വർഷം മുന്നേ എന്റെ അമ്മ ഈ ചെത്തിയാത ഫ്ലൈറ്റിനുള്ളിലാണ് പ്രസവിച്ചത്, അറിയാമോ? അങ്ങനെ ഫ്ലൈറ്റിനകത്ത് പ്രസവിച്ചുകൊണ്ട് എനിക്ക് ആജീവനാന്ത കാലം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഫ്രീ ആണ്. കേരളത്തിന്റെ ഒരു സ്വന്തം എയർലൈൻസ് എയർ കേരള തുടങ്ങുന്നു എന്ന് കേട്ടല്ലോ. ആദ്യം അവന്മാരെ ഈ KSRTCയുടെ ബെല്ലില്ലേ, അതിന്റെ ചരട് പൊട്ടിയത് നല്ലോണം മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എയർലൈൻ ഉണ്ടാക്കാം. ഇവര് രണ്ടും കൂടി ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലാണെങ്കിൽ എനിക്ക് ആ ഡോർ പൊളിച്ചു നോക്കാം. രണ്ടുപേരും വിമാനത്തിൽ ആകാശത്തൂടി പോകുമ്പോ ഞാൻ വായും പൊളിച്ചു നോക്കാനല്ലാതെ എനിക്ക് എന്തെങ്കിലും പൊളിച്ചു നോക്കാൻ പറ്റുമോ? ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഈ പറക്കും എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ കൊതിയുള്ളത്, അസൂയുള്ളത് അത് മാനത്ത് പറക്കുന്ന പക്ഷികളോടായിരുന്നു. ആ പക്ഷികളോടുള്ള അസൂയയുടെ, കൊതിയുടെ പരിണിത ഫലമാണ് ഇന്നത്തെ വിമാനങ്ങൾ. അതെ, ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറക്കാൻ പോവുകയാണ്. അന്ന് എപ്പിസോഡിൽ നമ്മൾ പറക്കുകയാണ്. ഹലോ, അതിപ്പോ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ദാ അങ്ങോട്ട് നോക്കൂ, ദാ ഇങ്ങോട്ട് നോക്കൂ, രണ്ട് സൈഡിലും ഇരിക്കുന്ന ഇരിപ്പ് കണ്ട പറക്കുന്ന മനുഷ്യന്മാര്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്തെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര റിച്ച്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിലെടുത്തും കൂട്ടം തെറ്റി പോലെ ഇരിക്കുന്നുണ്ടോ? ഇതെന്താണ്? അത് ഞങ്ങളുടെ ക്രൂവിന്റെ കൂടെയുള്ള ആളല്ല കേട്ടോ. അല്ലല്ല, ഇത് ഡെയിലി രാവിലെ നമ്മളുടെ അടുത്ത് വരും. ഫ്ലൈ എങ്ങോട്ടെങ്കിലും ഫ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. പിന്നെ പിറ്റേ ദിവസം വന്ന് പിന്നെയും ഫ്ലൈ ചെയ്യും. ഭയങ്കര ശല്യമാണ്. പാസഞ്ചറാണ്. ഓ ആ, കാരണം ഈ ഡെയിലി ഫ്ലൈ ചെയ്യുന്ന ആളാണ്. ഓ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല സംഭവം. നിങ്ങളെ രണ്ടുപേരും നിങ്ങളെ എവിടെയാണ് പ്രസവിച്ചത്? എവിടെയാണ്? ഹോസ്പിറ്റലിൽ. എന്നെ പ്രസവിച്ച അങ്ങനെയല്ല. എന്നെ 29 വർഷം മുന്നേ എന്റെ അമ്മ ഈ ചെത്തിയാത ഫ്ലൈറ്റിനുള്ളിലാണ് പ്രസവിച്ചത്, അറിയാമോ? മനസ്സിലായോ? കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ ഫ്ലൈറ്റിനകത്ത് പ്രസവിച്ചുകൊണ്ട് എനിക്ക് ആജീവനാന്ത കാലം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഫ്രീ ആണ്. മനസ്സിലായില്ലേ? എനിക്ക് ഈസി പരിപാടിയല്ലേ? ഞാൻ രാവിലെ എയർപോർട്ടിൽ വരും, ബാത്റൂമിൽ കയറി കുളിക്കും, എന്തെങ്കിലും ഡ്രസ് ഇടും, ഇല്ലെങ്കിൽ ആയിരിക്കുന്ന എയർ ഹോസ്റ്റസ് എനിക്ക് തേച്ച് തരും. അത് കൊടുത്തിട്ടും നേരെ ഫ്ലൈറ്റിനകത്തോട്ട് കയറും, 2 അടിക്കും, കാപ്പി കുടിക്കും, കുറച്ച് നേരം ഫ്ലൈറ്റിൽ ഉറങ്ങും. അപ്പൊ ഈ പാരീസ് അവിടെ എവിടെയെങ്കിലും ഒക്കെ എത്തും. അവിടെ എത്തും, ഫ്ലൈറ്റിനകത്ത് നിന്ന് വീണ്ടും 2 അടിക്കും, ഊണ് കഴിക്കും, എയർപോർട്ടിൽ ഇറങ്ങും. ഭയങ്കര അപ്പൊ നേരെ പാരീസിലെത്തുന്നു, അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് 2 അടിക്കുന്നു, അതിനകത്ത് ഊണ് കഴിക്കുന്നു, അവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങുന്നു. പിന്നെ എനിക്ക് ഉച്ചമയക്കം, അത് മസ്റ്റ് ആണ്. ആ എയർപോർട്ടിനകത്ത് കിടന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് ശേഷം ഒരു കുളിയുണ്ട് 4 മണിയാകുമ്പോൾ, അവിടുന്ന് കുളിക്കും, അടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റ് എടുക്കും, ഇവരുടെ ഫ്ലൈറ്റ് തന്നെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരും. അതിനകത്ത് വീണ്ടും 2 അടിക്കും, ഡിന്നർ കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും ബോംബെയിലോ കേരളത്തിലോ എവിടെയെങ്കിലും കൊണ്ടിറക്കും. വീണ്ടും ഫ്ലൈറ്റ് എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, എയർപോർട്ടിലെ ബാത്റൂമിൽ ദിനചര്യ ഇങ്ങനെ തലേദിവസം പോലെ വീണ്ടും തുടങ്ങും. എയർപോർട്ടിൽ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, എയർ ഹോസ്റ്റസ് തുണി തേച്ചിരുന്നു, എടുത്തിരുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു. എങ്ങനെയുണ്ട്? ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് കുറച്ചാൾ പട്ടിണിയായി പോയി കാണുമല്ലോ, അതായിരിക്കും മെലിഞ്ഞല്ലേ? അല്ലല്ല, ഇവരെല്ലാരും ക്വാറന്റൈൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ പോയി. ഇനി ഒരൊറ്റ ആഗ്രഹം കൂടി ഉള്ളൂ, ഏതെങ്കിലും ഒരു എയർ ഹോസ്റ്റസിനെ കൂടെ അങ്ങ് കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ അതും ഓക്കെ. പിന്നെ എന്റെ ആദ്യ രാത്രി ഫ്ലൈറ്റിലായിരിക്കും കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ആദ്യ രാത്രി ഫ്ലൈറ്റിലായാലും വൈഫിന്റെ പ്രസവം ഇനി ഫ്ലൈറ്റിലാക്കരുത്. ഇതേപോലെ ഒരെണ്ണത്തിനും കൂടി കാണാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവില്ല. ഈ കൂട്ടത്തിലും അവിടത്തെ പോലെ തന്നെ ഒരു മോനും ഇവിടെ ഇരിപ്പുണ്ട്. മോനെയും ഫ്ലൈറ്റിൽ തന്നെ പ്രസവിച്ചേ? അല്ലല്ല, ഞാൻ പ്രസവിച്ചതിന് ശേഷമാണ് എന്റെ കയ്യിൽ ഫ്ലൈറ്റ് വന്നത്. കളിപ്പാട്ടമായിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആ നെഞ്ചിരിവ് മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളിൽ ഭയങ്കര പിടിച്ചു നിൽക്കണ്ടേ? സത്യത്തിൽ പൈലറ്റ് ആണോ? അല്ലല്ല, ഞാന് ഇവരെ പോലെ തന്നെ മറ്റേ ഫ്ലൈറ്റ് സ്റ്റുവാർഡാണ്. പക്ഷെ ഒറ്റ കോസ്റ്റ്യൂമേ ഉള്ളൂ, അത് നനച്ചിട്ടിരിക്കുക. കഷ്ടകാലമാണ്. എന്റെ ഭാഗ്യമാണ് കേട്ടോ എന്റെ അമ്മ ഈ ചെത്തിഹാദിൽ പ്രസവിച്ചത്. ആ ഫയർ ഇന്ത്യയിൽ വലിയ വരുന്ന അർജുന മാമന്റെ കൂടെ, വർഷ കുഞ്ഞമ്മയുടെ കൂടെ, അച്ഛതി മൈനിയുടെ കൂടെ ഇരുന്ന് പോയിട്ട് കൂടെ പോകല്ലേ? ഒരു മാമച്ചിരി അടുത്ത് അർജുന മാമ നോക്ക്, പുള്ളി നേരത്തെ താടിയൊക്കെ വെച്ചിരുന്നപ്പോ അർജുൻ സോമശേഖർ, കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റില്ല, അർജുനൻ, എവിടുത്തെ ആൽത്തറയുള്ള അർജുൻ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. പൊതുവെ ഈ എയർ ഹോസ്റ്റസ്മാര് മലയാളം സംസാരിക്കും എന്നുള്ള ഒരു പേടി സാധാരണ യാത്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന എയർ ഹോസ്റ്റസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് കാണുമ്പോ ഹായ് ഹൗ ആർ യു കല്ലു എന്നൊക്കെ ചോദിച്ച് വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ അവര് മൊത്തം മാറും. പക്ഷെ ശരിക്കും ഇവരിങ്ങനെയല്ല കേട്ടോ. ഞാനൊരു ദിവസം കണ്ടൊരു പരിപാടിയാണ്. ഇത് നെടുമ്പശ്ശേരി വിമാനത്താവളം ഇറക്കണേക്കാൾ മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഒരു എയർ ഹോസ്റ്റസ് ഓടിച്ചു വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുഞ്ഞു നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടാ. അപ്പൊ ഞാൻ മുമ്പ് പരിചയപ്പെട്ടായിരുന്നു. എന്ത് കാലടി പാളത്തിൽ ബ്ലോക്ക് ഇട്ടോ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വല്ലത്തേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങളുടെ മലയാളം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഗെയിമാണ് നമ്മുടെ വരാൻ പോകുന്നത്. ഇതിനകത്ത് ചില ചിത്രങ്ങളൊക്കെ കാണിക്കും. അതിനകത്തുനിന്ന് നിങ്ങൾ ഒരു പഴഞ്ചൊല്ല് കണ്ടുപിടിക്കും.
അതാണ് ഗെയിം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീം റോക്കിൽ നിന്നും അശ്വതി വിളിച്ചാൽ. അതെ. അശ്വതി ഇവിടുന്ന് സനുജ, മലയാളത്തിലെ ഇവരുടെ പ്രാഗൽഭ്യം നമുക്ക് തെളിയിക്കണം. വാ. നമ്മൾ മത്സരത്തിലേക്ക് കടക്കാനായിട്ട് പോവാണ്. മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED വാളിൽ 1-2 ഇമേജുകൾ നമ്മൾ കാണിക്കും. ആ ഇമേജുകൾ മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളായിരിക്കും. അതെ. അപ്പൊ ആ ഇമേജുകളിൽ നിന്ന് നമ്മുടെ പഴഞ്ചൊല്ല് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതെ, അതാണ് പരിപാടി. 2 എയർ ഹോസ്റ്റസ്മാരും റെഡിയാണോ? അതെ. ആദ്യം സനൂജയ്ക്കാണ് ചാൻസ്. അതെ. ഈ കാണുന്ന പടങ്ങളിൽ നിന്ന്, ഈ കാണുന്ന ചിത്രങ്ങളിൽ നിന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടാക്കാം. റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സനൂജ പറഞ്ഞോ. അയ്യോ ഞാൻ പറയട്ടെ, സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞോട്ടെ. പറയരുത്, ആരും ഒന്നും മിണ്ടരുത്, ആരും ഒന്നും മിണ്ടരുത്. അറിയാം. കരയുന്നു കുഞ്ഞിന് പാലുണ്ട്. അല്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മളപ്പോ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പോവാണ്. ഇനി അശ്വതിയിലേക്കാണ് ചോദ്യം നീളുന്നത്. അശ്വതി റെഡിയാണല്ലോ? നേരെ LED വാളിലേക്ക് നോക്കിക്കോ. പട്ടി നാരങ്ങ വെള്ളം. പട്ടികടി ഈ ചേച്ചിയുടെ ബാഗ് കാണിച്ചേക്കണെന്തിനാ? പട്ടി നായ. പട്ടി നായ. ഉണ്ട്. അർജുൻ നായ. നായ ഒരു കടലിൽ പോയാലും നക്കിയ അങ്ങനെ എന്താണ്? നായ എന്തിനോ കടലിൽ പോയാലും നക്കിയ കുടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ? നായ നടു. അടുത്ത വാക്ക്. ഓ, നായ നടുകടലിൽ പോയാൽ നാരങ്ങ നക്കിയേ കുടിക്കുള്ളൂ. ഓക്കെ, നക്കി കുടിച്ച്. കടല് വേണ്ട. കടല് വേണോ? ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. ഐ മീൻ ലൈക്ക് എവിടെയോ എനിക്ക് ഓർമ്മയുണ്ട്. നായ നടുകടലിൽ പോയാലും വെള്ളം നക്കിയ കുടിക്കും. ശരിയാണോ? ഒരു ചെറിയൊരു ഒരു വെള്ളം എക്സ്ട്രാ. No, some mistake, no. ശരി. It's okay. ആ വെള്ളം മാത്രം കളഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കി. ഒന്നുകൂടെ പറഞ്ഞു നോക്കി. നായ നടുകടലിൽ അല്ല, അതെ, നടുകടലിൽ പോയാലും നക്കിയേ കുടിക്കൂ. ഇത് ഇത്ര ഇങ്ങനെയൊന്നല്ല പറയാം. നായ നടുക്കട്ടിൽ പോയാലും നക്കിയെ കുടിക്കും. ഇതാണ് സംഭവം. ഈ നാരങ്ങ നക്കാനായിരുന്നു നാരങ്ങ. ആക്ച്വലി ഞാൻ പറയുന്ന വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നാക്ക് സ്ലിപ്പായി പോയപ്പോ നാരങ്ങ എക്സ്ട്രാ വന്ന. എനിക്ക് ആ നടു മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. ഇവിടെ കടിക്കേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. 2 ഗോളുകൾ വീതം 2 ടീമുകളും അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പെനാൽറ്റിയിലേക്ക് പോവാണ്. അങ്ങോട്ട് പോയിക്കോ. ഓ, ഇത് ഞാൻ പറയാം. ഉപ്പുമാങ്ങ. മാങ്ങ സമയം കുറവാണ്. ചേച്ചി കറക്റ്റാ. ഉപ്പുമാങ്ങ. ഉപ്പുണ്ട്. ആ പെണ്ണെന്താ ചെയ്യുന്നത്? അതന്നെ മാങ്ങ. ബർഗർ കഴിക്കും. ആ പെണ്ണിന്റെ കയ്യിലുള്ള എന്താന്ന് അറിയാ? ബർഗറാ. ഇപ്പഴത്തെ വെള്ളല്ലേ അവള് കുടിക്കുക. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആ പെണ്ണിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്, ആ പെണ്ണ് എന്താ തിന്നണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. അതെന്തിനാ നീ അറിയണേ? ശ്രദ്ധിച്ചില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. കറക്റ്റാണ്. അങ്ങനെയാണ്. കുമ്പളങ്ങ. ആനവായിൽ ഞാൻ പറഞ്ഞു. എനിക്ക് ആ സാധനം കിട്ടിയ ഞാൻ കേട്ടില്ല. വായിച്ചേട്ടാ. ഞാൻ കേട്ടില്ല, സത്യമായിട്ട് ഞാൻ കേട്ടില്ല. നീ എന്തായിരുന്നു ആലോചന? ഞാനത് അടക്കേ വിചാരിച്ചു കേട്ടോ. പിന്നെ സനൂജ ഈ മത്സരത്തിൽ ഒരിക്കലും പറ്റൂല കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്നാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവൾ അതിന് നോക്കി. വേറെ എന്തൊക്കെയുണ്ട്?
അവിടെ ആനയുണ്ട്, കൊമ്പുണ്ട്, പല്ലുണ്ട്, ചുണ്ടുണ്ട്, ഇതൊന്നുമില്ല. അടയ്ക്കാണ് അത്രേ. അടയ്ക്ക വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞേ. എല്ലാം അടയ്ക്കാമരം. ആ അടയ്ക്കാമരാണെങ്കിൽ മടിയിൽ വെക്കാം. അടയ്ക്കാൻ വേണ്ടി മടിയിൽ വെക്കാം. അടയ്ക്കാണെങ്കിൽ പറ്റൂലല്ലോ. അടയ്ക്കുരു അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം. അടയ്ക്കാമരാണെങ്കിൽ എവിടെ വെക്കണം? അതാണ്. തലയിൽ വെച്ചോ? ഓക്കെ, ശരി. ഭയങ്കര വിവരമുള്ള എയർ ഹോസ്റ്റസ് ആട്ടോ. അതെ. അടുത്തതിലേക്ക് പോവാം. അടുത്ത സനൂജയുടെ ചാൻസ് ആണ്. സനൂജ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എലി, ആ മിണ്ടരുതാരും. മന, ആ കത്തി. എലി, മന, കത്തി. ഓക്കെ, എലിയനെ പേടിച്ചിട്ട് ഇല്ലം കത്തിക്കരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലിയെ പേടിച്ചില്ല ചൂടരുത്. കറക്റ്റ് ആണ്. ഇതുവരെ ഉള്ളത് എല്ലാം പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതെ, ഇവരൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, വിചാരിച്ചത് ഫുഡ് കൊടുന്നെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ. സനൂജയ്ക്കുള്ളതിൽ ഫുഡ് വരരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതെ, കാക്ക കുളിച്ചാൽ കൊക്കാകോ? പെട്ടെന്ന് പറഞ്ഞ നീ. കാക്ക ചേച്ചി സുന്ദരമായിട്ട് കുളിക്കണണ്ടില്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവരെങ്ങാനും വേറെ കുളിസിനാന്നൊക്കെ പറഞ്ഞാണ്. ശരി, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അധികം വൈകാതെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഇവിടെ ഫുഡ് കാണിച്ചാൽ മാത്രമേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇംഗ്ലീഷിലെന്നുള്ളോണം മലയാളത്തിലും ഉണ്ട്. രണ്ട് ഭാഷയിലും അങ്ങേയറ്റം പ്രാവീണ്യമുള്ള രണ്ട് എയർ ഹോസ്റ്റസുമാരാണ് നമ്മുടെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇനി സീറ്റി പോയിരുന്നു. എത്രയൊക്കെ നമ്മൾ യാത്ര ചെയ്താലും ശരി, ഈ ലാൻഡിങ്ങിന്റെ സമയത്ത് ടേക്ക് ഓഫിന്റെ സമയത്തും ഉള്ള ഒരു ആന്തലുണ്ടല്ലോ, ആ ആന്തൽ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. എന്ന് മാത്രമല്ല, ഈ ഓൾമോസ്റ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചെറിയൊരു എയർ കട്ടറിൽ ചാടുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചോടിക്കടി. എന്തിനത്? അങ്ങനെ ഭയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ പൈലറ്റുമാരൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ധൈര്യം ഉണ്ടാവുമല്ലോ. ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ചെത്തിഹാദ്, അതിൽ യാത്ര ചെയ്യണം. നോ ടെൻഷൻ, നോ പേടി, ഒന്നും വേണ്ട. എയർ കട്ടർ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവത്തില്ല. തുടങ്ങിയോ? എല്ലാം ഇവിടെ വന്നിരുന്ന് ചുമ്മാ കലകലാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ വല്ലതും ഉണ്ടാക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് പറ്റുമോ അവിടെ? ഫയർ ഇന്ത്യയിലെ സ്റ്റാഫ് അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ടോ? എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് സീനിയർ ആയതുകൊണ്ട്. ഇതുണ്ടോ, ഇതുങ്ങളൊന്നും ഒരു പണി എടുക്കത്തില്ല. ഇതുങ്ങൾക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് വരുവാന്നേ. രാവിലെ എന്താ കഴിക്കാൻ? രാവിലെ കഞ്ഞി പയറ് ചുട്ടവപ്പടം, ഉച്ചയ്ക്ക് ആകുമ്പത്തേക്ക് കഞ്ഞി പയറും, രാത്രി വെറൈറ്റി ഓൺലി കഞ്ഞി. ചപ്പളി ചളി കഞ്ഞി. ചളി കഴിഞ്ഞോ? അങ്ങനെ ഉണ്ടല്ലോ അവിടെ. എനിക്ക് അത് കേട്ടാ മതി. ഓക്കെ, എന്തായാലും അവിടെ ചെന്നിരുന്നു. നമ്മുടെ പൂർണ്ണമായിട്ട് ഇൻവോൾവ്മെന്റ് വേണം. എന്തായാലും കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞല്ലേ? അപ്പൊ അവിടെ ചെന്നിരുന്നോ? അതെ, ഈ രാത്രി കഞ്ഞി മാത്രമേ ഉള്ളൂ. ഇല്ല, നിനക്ക് കാച്ചിലും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നിനക്ക് മാത്രം. ഇവിടെ അങ്ങ് ചൂച്ചിരുന്നാ മതി. നിനക്ക് ബ്ലാങ്കറ്റും കൂടെ ഉണ്ട്. ഒരു ബോർഡ് എഴുതി തൂക്കാൻ പറ്റുമോ? ഇത് ഫ്ലൈറ്റിലെ സ്റ്റാഫാന്ന്. എന്താ ഇല്ല, ഇത് തുണിക്കടയിലെ സ്റ്റാഫ് അത് വരിക്കും. ചേച്ചി ഈ ബോർഡർ നല്ലതാന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കൂലേ? നീ വെറും ചുളി. ഞാൻ ആലോചിക്കായിരുന്നു പുള്ളി എന്തിനാണ് ഈ ബാഗ് നെഞ്ചത്ത് തൂക്കി ഇരിക്കുന്നതെന്ന്. പറയുന്ന മൊത്തം അതിൽ ഇടാൻ നമ്മൾ എടുത്തില്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ട് വിൽക്കും പുള്ളി. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഏതൊരു അസുലഭ നിമിഷത്തിൽ അതിന്റെ അകത്ത് പോയി ജനിച്ചെന്നും പറഞ്ഞ് ചെറുക്കന്റെ അഹങ്കാരം കണ്ടില്ലേ? സി കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീമിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ചൗരസ്യാന്നോ അല്ലെങ്കിൽ, പക്ഷെ ഇവിടെ വൈസ് ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്യാപ്റ്റൻ അവിടെ ഉണ്ട്. ഉടനെ വരും. ക്യാപ്റ്റനെ വിളിക്കേ. സാധാരണ അശ്വതി വിളിച്ചാലേ ഉള്ളി വരാറുള്ളൂ. ഫയർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ വരുന്നു, പൈലറ്റ് ഉല്ലാസ് പന്തള. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, എല്ലാവരും സൂചിച്ച് അവിടെ ഇരുന്നോ? എല്ലാവരും സൂചിച്ച്. ഇവിടെ ഒരുത്തം മാത്രം കിടന്ന മാട് പോലെ കിടന്ന് പണിയെടുക്കുക. നടുവ് നോക്കാൻ വയ്യ എനിക്ക്. എന്തോ കഷ്ടമെന്ന് പറയണേ. കൊറോണയാണെന്നും പറഞ്ഞ് ഉള്ള സ്റ്റാഫിനെ എല്ലാം അങ്ങ് പിരിച്ചു വിട്ടു.
ബാക്കിയുള്ള ഫ്ലൈറ്റ് ഓടിക്കാൻ വേണം, ഫ്ലൈറ്റ് കഴുകണം, അതിനകം സാനിറ്റൈസ് ചെയ്യണം, എന്തൊക്കെ പണിയാ എല്ലാവരും സൂചിച്ചിരിക്കുക. ഇതൊക്കെ ക്യാപ്റ്റനാണോ ചെയ്യുന്നത്? പിന്നല്ലാതെ വേറെ ആരുണ്ടോ? ഞാൻ ഒരു കിളിയെ വെക്കാൻ പറഞ്ഞു, എന്നിട്ട് കൈസഹായത്തിന് ഒരു കിളിയെ എനിക്ക് കൂട്ടിന് ഇടാൻ പറഞ്ഞു. ഒറ്റ ഒരുത്തനില്ല എന്നെ ഒന്ന് സഹായിക്കുന്നുണ്ട്. എല്ലാം ഞെളിഞ്ഞു വന്നിരിപ്പുണ്ട്. ജോലി മൊത്തം ചെയ്തെന്റെ നടുവടഞ്ഞു. ഇവിടെ നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെയാണോ? കണ്ടുപിടിക്ക എല്ലാവരും. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തോ വേണേലും ഞാൻ ചെയ്യാം, എന്ത് പണി വേണേലും ചെയ്യാം. പക്ഷെ ഈ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ, അത് തുടയ്ക്കാൻ എന്നെ വിളിക്കരുത്. അത് പ്രധാനപ്പെട്ടതല്ലേ? പ്രധാനപ്പെട്ടതാ. അത് തുടച്ചില്ലെങ്കിൽ ഇത് കണ്ണു കാണാൻ പറ്റില്ലല്ലോ. ഞാനത് ചെയ്യത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല എന്താ കുഴപ്പം? ഫ്രണ്ട് ഗ്ലാസ് കൊടുക്കണ കുഴപ്പം? ഇത്രയൊക്കെ കഴുകി തുടക്കാമെങ്കിൽ, ഇത്രയും പണിയെടുക്കാമെങ്കിൽ ഇത്രയും പണിയെടുക്കാം. പക്ഷെ അത് ഇച്ചിരി പാടാന്ന്. അതെന്താ? നിങ്ങൾ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് വശം കണ്ടിട്ടില്ലേ? ഇങ്ങനെ മുനച്ചിരിക്കുകയല്ലേ? നിങ്ങൾ എന്റെ വയറ് കണ്ടോ? ഇങ്ങനെ മുനച്ചിരിക്കുകയല്ലേ? ഇത് രണ്ടുകൂടെ മാറ്റാവുന്നില്ലെന്ന്. ഞാൻ ഒരുവിധം ഇങ്ങനെ നിരങ്ങി മേളിൽ ചെന്ന് കയറും, പിന്നെ താഴോട്ടേക്ക് പോയി. ഒരുവിധം മേളിൽ ഞാൻ നിന്ന് ഇങ്ങനെ ക്ലാസ്സിൽ എത്തും, പിന്നെ ഷൂന്നും പറഞ്ഞ് താഴോട്ടിഞ്ഞു പോയി. അങ്ങനെ വീണപ്പോ പറ്റിയതാണോ ഈ നെറ്റിത്തെ ഈ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കണേ? ഇതങ്ങനെ പറ്റിയതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, കൈസഹായത്തിൽ ഒരാളെ എനിക്ക് ഇട്ടിട്ടുണ്ടോ? കൊറോണയുടെ പേര് പറഞ്ഞ് എല്ലാ സ്റ്റാഫുകളെ അവർ ഒഴിവാക്കി. ഞാനാണ് മാട് പോലെ കിടന്ന് പണി ചെയ്യുന്നു. ഇതെന്ത് പറ്റിയതാ? പിന്നെ ഞാൻ ഒരു ഓട്ടം കഴിഞ്ഞ് പറക്കൽ കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് യാത്രക്കാരെ ഇറക്കി. അപ്പൊ ഈ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറപറ ഇങ്ങനെ വിമാനം വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ആൾക്കാരെ ഇറക്കിയിട്ട് ഇതൊന്ന് പാർക്ക് ചെയ്യണ്ടേ, എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒതുക്കണ്ടേ? സൈഡ് പറഞ്ഞു തരാൻ ഒറ്റ ഒരുത്തനില്ല കേട്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് പുറകോട്ട് എടുക്കണ്ടേ? അതെ. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് ഗ്ലാസ് അല്പം താത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വരികയാണ്. അപ്പൊ ലങ്കയുടെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ ചിറക് വന്ന് ഒറ്റ അടിയാണ്. കണ്ണി കൊള്ളാനുള്ള പുരികത്ത് പോലും ഉണ്ടല്ലോ, അതിന്റെ മേളിൽ കൊണ്ട് ഇച്ചിരി താന്നായിരുന്നു ഇവിടെ കൊണ്ടങ്ങ് പോയനെ. കഴുത്ത് കണ്ടിട്ട് പോയനെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇന്ന് എല്ലാവരും ഫ്ലൈറ്റ് കയറുമ്പോ ഓരോ തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചോണം. AC വർക്ക് ചെയ്യുന്നില്ല. AC വർക്ക് ചെയ്യുന്നില്ല. Oh, what a chaplicholi flight. എന്താ ക്യാപ്റ്റന്റെ പേര്? My name is Chaurasya. ചകിരിച്ചോറാന്ന്. ഈ കേരള എയർവേസ് തുടങ്ങി എയർ കേരള തുടങ്ങുന്നു കേട്ടല്ലോ. കേരളത്തിന്റെ ഒരു സ്വന്തം എയർലൈൻസ് എയർ കേരള തുടങ്ങുന്നു കേട്ടല്ലോ. കേരളോ? എന്താ ചിരിക്കുന്നേ? അല്ല, എന്താ കേരള എയർലൈൻസ് തുടങ്ങാൻ പോകുന്നു. ആദ്യം അവന്മാരെ ഈ KSRTCയുടെ ബെല്ലില്ലേ, അതിന്റെ ചരട് പൊട്ടിയത് നല്ലോണം മേടിച്ചിടാൻ പറ, എന്നിട്ട് എയർലൈൻ ഉണ്ടാക്കാം. അതെ, ഇവര് പറയുന്ന കഥ കേട്ടെ മൊത്തം ഒരു ലോക്കൽ സ്റ്റോറീസ്. നിങ്ങൾ എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്? ഞങ്ങള് ജോർജ് എഫ് കെന്നഡി എയർപോർട്ട്, ന്യൂയോർക്ക്. ഇന്ന് ന്യൂയോർക്കിൽ പൊളിക്കായിരുന്നു. പൈലറ്റ് എങ്ങോട്ടാന്ന്? ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എടുക്കും, കണ്ണൂർ ഒതുക്കും. ശരിക്കും ഇന്നിപ്പോ നിങ്ങൾ എന്തായാലും ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ് ഇനി? ഞങ്ങള് ഫുൾ ഇന്ന് പാർട്ടിയല്ലേ സെറ്റ് ചെയ്തിട്ടില്ലേ? എത്തുന്ന ദിവസം ഭയങ്കര പാർട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ റെസ്റ്റ് എടുത്ത്, അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യാം. പാർട്ടി എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് നിങ്ങളുടെ പാട്ടൊക്കെ? ശരിക്കും ഫുൾ DJing, പാർട്ടി, ഡാൻസ്, ഏത് ടൈപ്പ് പാട്ടുകളൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരുമോ? നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടി എന്നെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ശീലം. പാർട്ടി സോങ് വരട്ടെ, നമുക്ക് ഡാൻസ്. We are the dance celebrating that song of India. ഇതായിരുന്നോ പാർട്ടി ഡാൻസ്? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വിളച്ചില് കൂടുതലാണല്ലേ ഡാൻസ് എന്നാണ് പറയുന്നത്. പാർട്ടി ഡാൻസ് ആണ്. അല്ല നിങ്ങക്കേ ഈ ഫയർ ഇന്ത്യക്ക് ഇതുപോലത്തെ ഡാൻസ് ഒന്നും ഇല്ലേ? ഞങ്ങൾക്കുണ്ട്. ഉണ്ടോ? ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെ? ഒന്ന് കാണിക്കോ? കൊണ്ടുപോടി. നമ്മുടെ DJ ബോക്സിങ് എടുക്കുന്നു. ശരിയാ. നിങ്ങക്ക് DJ ബോക്സ് ഒക്കെ ഉണ്ടല്ലേ? ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു ഉമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ ഉമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ
പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ. ഇതാണ് ഞങ്ങളുടെ പാർട്ടി സോങ്. നന്നായിട്ടുണ്ട്. നല്ലതായിരുന്നില്ലേ? പിന്നെ ഡാൻസ് ഉഗ്രനായിരുന്നു. ഡാൻസിലേക്ക് അങ്ങ് ഇഴുകി ചേർന്നു പോയി. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് മത്സരത്തിലേക്ക് കിടക്കാം. നമുക്ക് മത്സരത്തിലേക്ക് കിടന്നാലോ? അങ്ങനെയാണെങ്കിലേ കല്ലു, ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ആണ്, കഥ പറച്ചിൽ മത്സരം. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഥയുള്ള ഒരാള് ഈ പുള്ളി ഇന്ന് അടുക്കിയിരിക്കുന്ന മറ്റേ നക്ഷത്രാമേനെ ബാഗിലൊക്കെ ഇട്ടിരിക്കുന്ന പുള്ളിക്കാരൻ. കഥ പറച്ചിൽ മത്സരത്തിനായിട്ട് ഏറ്റവും ആദ്യം വരുന്നു ഫ്ലൈറ്റിൽ പിറന്നു വീണ അഖിൽ. ഇതാണോ ഫ്ലൈറ്റിൽ പെറ്റി വീണ പയ്യൻ എന്ന് പറഞ്ഞത്? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പൊന്നു കുഞ്ഞെ, ഞങ്ങളുടെ ഫ്ലൈറ്റിലെങ്കും വരല്ലോ, നീ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. അഖിൽ, ഈ സ്റ്റോറി ടെല്ലിംഗ് മത്സരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഖിലിന് ഒരു സബ്ജക്ട് ആദ്യം നമ്മൾ തരും. അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു കഥ പറയണം. ഇതൊരു കഥ തന്നെ ആയിരിക്കണം. കഥ തന്നെ ആയിരിക്കണം. പക്ഷെ ഈ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നതിന് വഴിക്ക് ഈ ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും സബ്ജക്റ്റുകൾ മാറ്റാം. നമ്മൾ ഉദാഹരണത്തിന് ഒരു പൂവിലാണ് സംഭവം തുടങ്ങുന്നെങ്കിൽ അവര് ചിലപ്പോ ഉപ്പെന്ന് പറയും. ഉപ്പ്. അപ്പൊ ഈ കഥ പോവുകയും ചെയ്യരുത്, കണക്ട് ചെയ്യുകയും ചെയ്യാം. ഉപ്പ് കണക്ട് ചെയ്യണം. അതെ, ഈ പൂവിൽ നിന്ന് ഉപ്പിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നിന്റെ വിജയം. അതെ. അപ്പൊ നിങ്ങൾക്ക് വേറെ വേറെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള വാക്കുകൾ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അത് നിങ്ങളുടെ വിജയം. അതെ. അപ്പൊ ഇതിനനുസരിച്ച് കഥയ്ക്ക് ഒരു എൻഡിങ് ഉണ്ടാവുകയും വേണം. കഥ നല്ലൊരു കഥയായിരിക്കും വേണം. അതിനകത്ത് തമാശ ഉണ്ടെങ്കിൽ നമ്മൾ വിന്നറായി തെരഞ്ഞെടുക്കപ്പെടും. അപ്പൊ ആദ്യത്തെ വാക്ക് തേപ്പ്. തേപ്പ് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് രണ്ട് തേപ്പുണ്ട്. തുണി തേപ്പുണ്ട്, അതുപോലെ പെണ്ണുങ്ങൾ മ്ലേച്ഛത ഉണ്ടോ ഈ പെണ്ണുങ്ങൾക്ക്? ഈ ആണുങ്ങളെ തേക്കുമ്പോഴുള്ള മ്ലേച്ഛത അവരെ മനസ്സിലാക്കണ്ടേ? മൗനം പാലിച്ച് പല ആണുങ്ങളും പല സ്ഥലങ്ങളിലിരിക്കും, പക്ഷെ ഇവരൊന്ന് തേച്ചിട്ട് പോകും. എന്നെഴുതിട്ട് ആണുങ്ങൾ വെറും മറ്റേതാണെന്ന് ആരും വിചാരിക്കരുത്. മനസ്സിലാക്കി മുരിങ്ങക്കോലിനെ കണക്കിന് പല ഭയം വരും. ഞാനിപ്പോ മുരിങ്ങക്കോലിനെ പോലെ ഇരിക്കുന്നത്. ഇവരെയൊക്കെ തേക്കി ഈ പെണ്ണുങ്ങൾക്ക് നാണക്കേടില്ല, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവര് ചുമ്മാ തേച്ചിട്ട് എന്ന് കരുതിയിട്ട് ആമ്പിള്ളേര് വെറും ഇതാണ് ലുട്ടാപ്പിയെ കണക്കിന് പയ്യന്മാർക്കൊക്കെ കിട്ടില്ല. ചരക്ക് പിള്ളേരെ കിട്ടും. നമ്മളെ പോലെ ഇരിക്കുന്ന പയ്യന്മാർക്ക് ഒന്നും കിട്ടൂല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. തുപ്ലോൽഫലകം എന്ന് പറയുന്ന വാക്ക് ഇവരുടെയൊക്കെ മുഖത്തോക്കി വിളിക്കാൻ ഈ ആണുങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല ഇവരൊന്നും ചെയ്യാത്തത്. പക്ഷെ ഇതിന്റെ അപ്പുറം സൂപ്പറായിട്ട് തേക്കാനും തിരിച്ചു തേക്കാനും അറിയാവുന്ന പയ്യന്മാർ തന്നെ കേരളത്തിലെ മലയാളി പയ്യന്മാര്. ജുർലാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ലേഹിയുണ്ട്. അത് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ പെമ്പിളര് തേച്ചാലും പയ്യന്മാർക്ക് വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നു പല വൈദ്യന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കരിങ്കുരങ്ങ് രസായനം കഴിച്ചാൽ ഈ പെണ്ണുങ്ങളെ തിരിച്ചു തേക്കാൻ പറ്റുമെന്നും പല വൈദ്യന്മാരും പറയും. പക്ഷെ അത് കഴിച്ചുകൊണ്ട് കാര്യമില്ല. പണ്ട് കരിങ്കുരങ്ങ് രസായനം തേച്ച് എന്റെ അപ്പൂപ്പനെ എന്റെ അമ്മൂമ്മ തേച്ചതാണ്. പിന്നെ കിട്ടിയതാണ് മാക്രി എന്ന് പറയുന്ന പേരുള്ള ഒരു പയ്യൻ എന്റെ വീട്ടിനടുത്താണ്. അവന് മാക്രി എന്ന് വിളിക്കും. അവന് കീഴിൽ ഒരു ഗോൾഡ് ഫിഷ് ആണെങ്കിൽ ഒരു പെണ്ണിനെ കിട്ടി. വീട്ടുകാരെല്ലാം നോക്കുമ്പോ നാട്ടുകാർ പറഞ്ഞു മാക്രി ഗോൾഡ് ഫിഷിനെ പിടിച്ചെന്ന്. പക്ഷേ എന്നാലും അവൻ അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് നാട്ടിൽ അവൻ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. കൊറോണ വന്നപ്പം ഏക രക്ഷപ്പെട്ട സംഭവം എന്ന് പറയാമോ? കുറെ തേച്ചതൊക്കെ അങ്ങ് വീട്ടിലായി. എല്ലാം വീട്ടിലെങ്കിരുന്നല്ലോ. ഇവരൊക്കെ എങ്ങനെ തേക്കും? മനസ്സിലായില്ലേ? വീട്ടിലേക്ക് ചാളയായിരുന്നല്ലോ. ഈ കൊറോണ സമയത്ത് വീട്ടിൽ ഏറ്റവും കിടലും ഭക്ഷണം എന്ന് ചാളയായിരുന്നു. ചാള എന്ന് വെച്ചാൽ സൂപ്പർ ഭക്ഷണം, കിടിലം ഭക്ഷണം. അല്ല പൊരിച്ച് തിന്നു കഴിഞ്ഞാൽ പഴങ്കഞ്ഞിലൂടെ ചാള വറുത്തത്, കപ്പയും ചാളക്കറിയും കിട്ടണം. സൂപ്പറല്ലേ? അടിപൊളി. അതിന്റെ ചാറങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നീ ഉണ്ടല്ലോ, നീ ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. അപ്പൊ അഖിലിന്റെ ഉഗ്രൻ പെർഫോമൻസിന് ശേഷം ഇതാ വരുന്നു സ്നേഹ. അപ്പൊ സ്നേഹയ്ക്ക് വേണ്ടിട്ട് നമ്മൾ തരുന്ന ഏറ്റവും ആദ്യത്തെ വാക്ക് ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിരിക്കണ ഒരാളായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ഭർത്താവിനെ നമ്മൾ ദൈവത്തെ പോലെ കാണണം. മൊട്ടത്തലേരായാലും നമ്മൾ ഭർത്താക്കന്മാരെ അങ്ങനെ തള്ളി പറയാൻ പാടില്ല. നമ്മൾ അവരെ സ്നേഹിച്ചോണ്ടേയിരിക്കണം. ചമ്മന്തി ഇഷ്ടമാണ് എന്റെ ഭർത്താവിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കൂടെ വെച്ച് കൊടുക്കും. കിണ്ടിയിൽ കാല് കഴുകിയിട്ടേ ഭർത്താവ് അകത്ത് കയറുന്ന മൂപ്പർക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇനി കിണ്ടിയിലെങ്ങാനും വെള്ളം വച്ചില്ലേ വെള്ളം വെക്കാത്ത ചിരിയുടെ മാറും. സ്രാവ്. ഒരു ദിവസം എന്റെ അടുത്ത് പറയല്ലേ, കിണ്ടിയിൽ വെള്ളം വെച്ചില്ലാന്നോ ഒരു അറ്റത്തട്ട് സ്രാവിനെ പിടിക്കാൻ പോണെന്ന് പറഞ്ഞു ഒച്ച ഇറങ്ങി പോക്ക്. എന്താന്ന് വെച്ചാൽ ഈ കിണ്ടി എന്ന് പറഞ്ഞ വാക്ക് കഴിഞ്ഞ് സ്രാവ് അവിടെ നിന്ന് പറഞ്ഞു. അത് കേട്ടതിന് ശേഷം സ്രാവിൽ തുടങ്ങാതെ കിണ്ടിയിലാ തുടങ്ങിയത്. അവിടെ മിസ്റ്റേക്ക് ആയി. ഒരു കിണ്ടി പരിപാടിയായി പോയി. ഈ ടീമിൽ നിന്ന് വരുന്നു സനൂജ.
അങ്ങനെയാണെങ്കിൽ സനൂജിക്ക് നമ്മൾ ഏറ്റവും ആദ്യം തരുന്ന വാക്ക് പെണ്ണ് കാണരുത്. പെണ്ണാണ് എന്നെ പണ്ട് മുതലേ 9ാം ക്ലാസ് മുതലേ വരാറുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് പെണ്ണ് ചെക്കൻ കെട്ടിയിട്ടില്ലേ. സോറി, കല്യാണം കഴിച്ചിട്ടില്ല ഞാന്. പെണ്ണ് കാണല് ഒരു ഞെരിഞ്ഞമർന്ന പെണ്ണ് കാണാൻ വരുമ്പോ പൊതുവെ ഞാൻ ഞെരിഞ്ഞമർന്നിട്ട് പെണ്ണ് കാണാൻ വരുമ്പോ എന്ന് പഠിക്കാൻ പാടില്ല. ആ വാക്ക് കേട്ട് ഞെരിഞ്ഞമർന്ന് ഞാൻ പെണ്ണ് കാണാൻ ചെന്നു. അത്ര അതാണ്. അയ്യോ ചെറുക്കന്റെ മുമ്പിൽ ഇല്ല, പക്ഷെ മറന്ന് പറഞ്ഞില്ലായിരുന്നു കുറെ ചിരിക്കാൻ കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ വിജയിച്ചു നിൽക്കുന്ന അഖിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ മാത്രം ഒരു സ്കോർ ഉണ്ട്, അവിടെ 0 സംപൂജ്യരായിരിക്കുന്നു. ഇനി ഈ കൂട്ടത്തിൽ നിന്നും അർജുൻ. ക്യാപ്റ്റൻ അർജുൻ. അപ്പൊ അർജുനുള്ള ഏറ്റവും ആദ്യത്തെ വേർഡ് കൊടുക്കാൻ പോവാണ് കുലുക്കി സർബത്ത്. കുലുക്കി സർബത്ത് നമ്മൾ ബുഹാരിയുടെ ഫ്രണ്ടിൽ നിന്ന് കുടിക്കണം. ഏറ്റവും അമ്മ ഒരു രക്ഷയില്ല, കെയർ ചെയ്ത് മാറൂല. അമേരിക്ക. അത് അമേരിക്ക പോലെ കിട്ടൂല. അമേരിക്ക കിട്ടുന്നത് വേറെ സർബത്താണ്. ശൗചാലയം, കന്നിക്കുലേ ജലമർദ്ദനം, കൈയടി സലൂജയ്ക്കാണ്. സലൂജയ്ക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്ന് തോറ്റുമല്ലോ. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു ശൗചാലയം. മാധു, ഈ ഗെയിം വീണ്ടും തമാശ ഭരിതമാവാൻ പോകുന്നു. വരുന്നു ജൂഹി രുസ്തഗി. പെൺതരി. ഇപ്പോഴത്തെ ഒരു സ്കോർ എന്ന് പറയുന്നത് 1-0 ആണ്. അപ്പൊ ഇപ്പൊ ഞെട്ടിച്ചോണം, 2-0 ആക്കണം നമുക്ക്. റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂഹിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന വാക്ക് ആക്രാന്തം. ഞാൻ ആക്രാന്തത്തോടെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ എല്ലാരും പറയും കഴിച്ചാലും മോളുടെ ശരീരത്തൊന്നും കാണിക്കാറില്ല. അവരോട് എനിക്ക് വെറും പുച്ഛം മാത്രം. അങ്ങനെ പുച്ഛിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മയും വന്നിട്ട് പുച്ഛിക്കും, ചേട്ടനും വന്നിട്ട് പുച്ഛിക്കും. എല്ലും കഷ്ണം എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. കടിച്ചു മുറിച്ച് ചിക്കന്റെ കാലൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കടിച്ചു മുറിച്ച് വയ്ക്കും. ഒരു തരി അംശം പോലും ബാക്കി ഉണ്ടാവില്ല. ചിഹ്നം വിളി, ആന ചിഹ്നം വിളിക്കണമെന്ന് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ചെണ്ടകോട്ടും ആനമേളം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന ചെണ്ടകോട്ടും ആനയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ ആസ്വദിച്ച് കേൾക്കുന്ന ഒരാളാണ്. ഉപ്പും മുളകും മാങ്ങയൊക്കെ കൂട്ടി ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ. തിരിഞ്ഞു 2 പ്രാവശ്യം തിരിഞ്ഞു. മുളക് ഉപ്പും വന്നപ്പോഴാണല്ലോ പെട്ടുപോയത്. നീ ഒന്ന് മുളക് ഉപ്പ് എന്ന് പറഞ്ഞേ. പുളിയും മുളക് എന്ന് പറഞ്ഞാലും തിരിച്ചേ പറയുള്ളൂ അല്ലേ? പുളിയും മുളക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപ്പും മുളകെന്നേ പറയുള്ളൂ അല്ലേ? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ തോറ്റിട്ടുണ്ട്. വേഗം അങ്ങോട്ട് തിരിച്ചു നോക്കോ. എന്തായാലും ഈ സൈഡിൽ നിന്നും ഇപ്പോഴും അഖിലിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ ആൺതരി പോലും അല്ലെങ്കിൽ ഒരൊറ്റ പെൺതരിക്ക് പോലും കഴിഞ്ഞിട്ടില്ല ആ അറ്റത്ത് നിന്നും. ഇനി പക്ഷെ വരാൻ പോകുന്നത് ഒരു കൊമ്പനാണ്. ഇനി വരാൻ പോകുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ അഖിലെ നീ പേടിക്കേണ്ടിയിരിക്കുന്നു. ഈ ടീം മുഴുവൻ ഞെട്ടേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാം, വിവേക് ഗോപൻ, നമ്മുടെ കാർത്തിക ദീപം, സൂപ്പർ ഹിറ്റ് നായകൻ വിവേക് ഗോപൻ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. വിവേക് ഗോപിന് വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് മസിലളിയൻ. മസിലളിയൻ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കാറുള്ളത്. മസിലളിയൻ എന്ന് വിളിച്ചു വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ മസിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ തന്നെ പോകാം. കാളമൂത്രം കുടിച്ചാൽ മസിൽ വരില്ല. പക്ഷെ അതിന് നമ്മൾ ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കുമ്പളങ്കി നൈറ്റ്സ് എന്നൊരു സിനിമയുണ്ട്. അതിന്റെ അകത്ത് ഫുള്ള് മറ്റേ മസിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി സിനിമ. പക്ഷെ അതിന്റെ അകത്ത് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് വന്നു. അതില് ഈ ശരിക്കും മറ്റേ മസിലുള്ള ആൾക്കാരെ ചപ്പിളിച്ചളി മാത്രമേ ഉള്ള ആ സ്ക്രിപ്റ്റിന്റെ അത് കേട്ട ഉരുളി കമത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി ചപ്പിളിച്ചളിയായിട്ട് ടീമുകൾ. കുസുമം എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് അതിന്റെ അകത്ത്. അതാണ് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. കേട്ടില്ല? കോണാൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന ഒരു വേഷം അതിന്റെ അകത്ത്. പക്ഷെ അതിലെനിക്ക് വലിയ താല്പര്യം ഇല്ലേ. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ അവന്മാർ ഈ ചപ്പിളിച്ചളി സിനിമ ആയതുകൊണ്ട്
ഞാൻ അതിന് അത് വേണ്ടെന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മുട്ട കഴിക്കാൻ ഞാൻ മറന്നുപോയത്. അപ്പൊ മുട്ടയുടെ കാര്യം ഓർത്തപ്പോഴാണ് മുട്ടയുടെ വെള്ള മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന് അമ്മയടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ മുട്ടയുടെ വെള്ള കഴിക്കാൻ വേണ്ടിട്ട് സൂരജ് എന്നുള്ള കഥാപാത്രം മുമ്പ് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് ഇവന്മാർ എന്നെ LED വാളിൽ കാണിച്ചു തന്നവന്മാര് ഈ അതിന്റെ ഒരു രീതി എങ്ങനെ ആവും എന്നുള്ളത് അമ്മ ഈ LED വാളിൽ കാണിച്ചു തന്നു. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ഈ ചപ്പിളിച്ചാളി സിനിമയിൽ ഞാൻ വീണില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഖിലിനെ മലർത്തി അടിക്കാൻ വേണ്ടി അങ്ങേയറ്റത്ത് വന്നിരിക്കുന്ന വിവേക് ഗോപൻ വിജയിച്ചിരിക്കുന്നു. സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഈ മത്സരം. സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ അഖിൽ എന്ന് പറയുന്ന എലുമ്പിനെ മസിലളിയൻ വിവേക് ഗോപൻ അട്ടിമറിച്ച് ഈ കളി സമനിലയിലായിരിക്കുന്നു. രണ്ട് ടീമുകളും തുല്യ ശക്തികളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഹലോ റാഫിക്ക് കോഫിയാണോ? വേണ്ട 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 വേണ്ട. നീ ഇവിടെ ഇരിക്കുകയാണല്ലേ, നിന്നെ തപ്പിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഇവരുടെ കൂടെ കിടന്ന് തുള്ളിക്കളിക്കാണല്ലേടി. ഇവിടെ വരാൻ എന്താണ് സംഭവം? എന്താണ് സംഭവം? എന്താ സംഭവം? ഈ ഇരിക്കണ ആരാന്നറിയാമോ? ആരാ ഈ പുള്ളി? അറിയോ? അറിയില്ലേ? അറിയില്ലേ? പറയടി ആരാന്ന് ഞാൻ. എന്താണ്? ഭർത്താവ്, അവളുടെ കെട്ടിയോണോ ഞാൻ. ഈ എയർ ഹോസ്റ്റസിന്റെ ഭർത്താവ്. ഒരു തരത്തിലും അത് ശരിയാവൂല. നിങ്ങളും ഒരു മാറ്റൂല. എന്റെ ഇരട്ടകളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്താ ഞങ്ങൾ ഒരു മാറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, പുള്ളിക്കാരത്തി എയർ ഹോസ്റ്റസ് അല്ലേ? അതെ. നിങ്ങൾ ട്രെയിനിലെ സപ്ലയർ അല്ലേ? ഞങ്ങൾ രണ്ടും ചെയ്യുന്ന ഒരേ ജോലിയല്ലേ. ഞാൻ ട്രെയിനിൽ കോഫി ചായ എന്ന് പറയുമ്പോ അവള് ഫ്ലൈറ്റില് കോഫി ഇതല്ലേ. ഞാൻ ട്രെയിനിൽ കുറച്ച് ഒച്ച ഈ ട്രെയിനിന്റെ ശബ്ദമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി കോഫി എന്ന് പറയുന്നു. അവള് കുറച്ച് ബാസ് എടുത്ത് കോഫി. ശരിയേട്ടാ, നാണം കെടുത്താതെ ഒന്ന് പോകാമോ? മാറി നാണം കെടുത്താതെ പോകാനോ? ഞാൻ എങ്ങനെയായിട്ട് നിന്നെ നാണം കെടുത്തിയത്? അതെ, എന്റെ ക്യാപ്റ്റൻ പറയുന്ന ജോലിയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. ക്യാപ്റ്റൻ പറഞ്ഞ ജോലിയൊക്കെ ഇവിടെ ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരും. കാരണം ക്യാപ്റ്റനാണ് ജോലിയൊക്കെ അസൈൻ ചെയ്തു. ഏതാ നിന്റെ ക്യാപ്റ്റൻ? നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ ക്യാപ്റ്റൻ. ഓഹോ, ഇതാണോ ഈ ക്യാപ്റ്റൻ? എന്റെ ദൈവമേ, ഇത് ഏത് ഫ്ലൈറ്റ് ഓടിക്കുന്ന ക്യാപ്റ്റൻ ആയിരിക്കും? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, സാധാരണ ഫ്ലൈറ്റ് ഇങ്ങനെയാ പോണെങ്കിൽ ഈ ക്യാപ്റ്റൻ ഇരിക്കുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായി? ഈ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യും. ഞാൻ ചെയ്യും. ഈ ക്യാപ്റ്റൻ ഇടുന്ന ഡ്യൂട്ടി എല്ലാം ഞാൻ ചെയ്യും. അപ്പൊ നിന്റെ ഈ ക്യാപ്റ്റൻ പറഞ്ഞൊക്കെ നീ ചെയ്യും അല്ലേ? ക്യാപ്റ്റൻ അസൈൻ ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യും. ചേട്ടാ, അതെ, നിങ്ങൾക്ക് സംശയരോഗം ഈ കണ്ണി കാണാത്തത് വിശ്വസിക്കരുത്. സംശയരോഗം കണ്ണി കാണാത്ത വിശ്വസിക്കരുത്. ഇവര് രണ്ടും കൂടി ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലാണെങ്കിൽ എനിക്ക് ആ ഡോർ പൊളിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു വീട്ടിലാണെങ്കിൽ ഓട് പൊളിച്ചെനിക്ക് നോക്കാം. രണ്ടുപേരും വിമാനത്തിൽ ആകാശത്തോടെ പോകുമ്പോ ഞാൻ വായി പൊളിച്ചു നോക്കാനല്ലാതെ എനിക്ക് എന്തെങ്കിലും പൊളിച്ചു നോക്കാൻ പറ്റുമോ? പറ, ഇരട്ടകൾ പറ. ഇരട്ടകൾ പറഞ്ഞു മതി. ഇരട്ടകളല്ല, പരട്ടകളാണ്. എന്നെ നാണം കെടുത്താതെ പോകുന്നുണ്ട്. പക്ഷേ എന്റെ നേരെ കണ്ണു ഒരുപാട് പേരൊക്കെ ഉള്ള സ്ഥലം, ക്യാപ്റ്റനൊക്കെ ഉള്ളതാണ്. ഇവനല്ലേ, ഇവന് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്നെങ്കിലും എന്റെ വീടിന്റെ മുകളിൽ കൂടി ഫ്ലൈറ്റുമായിട്ട് പോയി നിന്നെ കല്ലിനെറിഞ്ഞ വീട്. കുറെ നേരം കൊണ്ട് ഇവിടെ കിടന്നു വെള്ളത്തിൽ കൊള്ളാം. നീ വെള്ളത്തിൽ കൊള്ളാം. നമ്മുടെ ഗെയിം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ്. ഗെയിമിന്റെ പരിപാടി എന്താ വെച്ചാൽ അവിടെ ബാക്കിൽ 2 സ്മൈലീസ് ഉണ്ടാവും. ഈ സ്മൈലീസിന്റെ കണ്ണ് നമ്മൾ തുളച്ചു വെച്ചേക്കണുണ്ടാവും. ഈ തുളച്ചു വെച്ചേക്കണയിലേക്ക് നമ്മൾ കൊമ്പ് കോർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ വെറുതെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് കെട്ടങ്ങ് അഴിച്ചു വിടും. ഈ കെട്ട് വെറുതെ അഴിച്ചാൽ പോരാ, നിങ്ങൾ സ്വന്തമായിട്ട് അഴിക്കണം. അതായത് ഒന്നൊന്ന് കറങ്ങി ഇങ്ങനെ അങ്ങനെ ഈ കെട്ട് ഫുള്ള് ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇത് ജൂഹി കിട്ടുമ്പോ ജൂഹി എന്ന് അടിക്കുമെന്തോ ഇവിടെ ഇങ്ങനെ അഴിച്ചതിന് ശേഷം വേണം നിങ്ങൾ കൊമ്പ് കൊറക്കാൻ.
അല്ല നമ്മളപ്പോ വീഴൂലേ? നമ്മൾ വീഴും, അതാണല്ലോ മത്സരം. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ പോയിട്ട് അവിടെ ചോദിച്ചോ. ആ കൈ കൊണ്ട് തൊടാൻ പാടുണ്ടോ? ആ കൈ പുറകെ കെട്ട്, കൈ പുറകെ കെട്ട്. ചാടി കുത്തിക്കോ. കുത്തി കൊടുക്കുക. കുത്തിക്കോ. ഒരു കാളയുടെ വീരോടെ അവൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു കാളയുടെ ഇങ്ങനെ നേരത്തോട്ട് അടി പോകാൻ പാടില്ല. ഇതിപ്പോ തലേന്ന് ഇങ്ങനെ ഊരി വീണാലോ? ഒരു പണി ചെയ്തോ, രണ്ട് കൈയും പുറകിൽ കെട്ടുന്നതിന് പകരം രണ്ട് കൈയും ഇതിൽ തന്നെ. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ആദ്യം നമ്മുടെ സൈക്കോ തന്നെ വരട്ടെ. പിന്നെ ഇത് ഒരൊറ്റയാൾ മത്സരമല്ല, രണ്ട് ടീമുകൾ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലുള്ള സൈക്കോ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? അത് സൈക്കോ അല്ല, സൈക്കോ ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ മത്സരം ആരംഭിക്കുകയാണ്. ടൈം സൈക്കോ അവിടെ എത്തിയിട്ടോ. എങ്ങോട്ട് നേരെയാണോ? അല്ല അല്ല, ബാക്ക് ബാക്ക് വാ, ബാക്ക് വാ, ബാക്ക് സൈക്കോ ലെഫ്റ്റ്. സൈക്കോ ലെഫ്റ്റ്. ലെഫ്റ്റ് വേണം. ലെഫ്റ്റ് കുറച്ചുകൂടി. ഓക്കെ ഇവൻ കുത്തു മേടിച്ചോണ്ടോ ഹർഷയാണ് കുത്താൻ പോകുന്നത്. പ്രാവശ്യം 25 പ്രാവശ്യം പറയല്ലേ. അപ്പൊ എന്തായാലും വാശിയേറിയ മത്സരത്തിൽ ഏറ്റവും ആദ്യം വിജയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശരിക്കുമുള്ള സൈക്കോ രാജേഷ് കടവന്ത്ര. സൈക്കോ ചപ്പിളി ചുളി. ആ പഞ്ചങ്ങ് കളഞ്ഞു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത റൗണ്ട് മത്സരത്തിന് വേണ്ടി കൊമ്പ് കോർക്കാൻ എത്തുന്നു രണ്ട് കൊമ്പത്തികൾ, അശ്വതി ആൻഡ് ഹരിത. Your time starts now. പാഞ്ചാലി വസ്ത്രാക്ഷേപ. ദുശാസന. ഒരു കൊമ്പേ അങ്ങനെ കുത്തി എടുത്തോട്ട് വാ. നീ അവിടെ രണ്ട് ടീമുകൾ ഔട്ടായിരിക്കുന്നു. രണ്ടുപേരും തുല്യ
ശക്തികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. എന്തൊരു മന്ദബുദ്ധികളാണ്. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാണാൻ പറ്റാത്തതാണ് നമ്മുടെ മത്സരം എന്ന് പറയുന്നത്. സമയം ഇവിടുത്തെ അർജു പറഞ്ഞ സമയം കഴിഞ്ഞത് അപ്പൊ തന്നെ ഊരി. അല്ലെങ്കിൽ അവള് ജയിച്ചേനെ. അല്ലെങ്കിൽ അവള് പറഞ്ഞാൽ നമുക്ക് മലയാളം മനസ്സിലാവില്ല. ഞാൻ എവിടെയായിരുന്നു ആദ്യം? ഓക്കെ, അപ്പൊ എന്തായാലും ഈ റൗണ്ട് മത്സരത്തിൽ രണ്ടുപേരും മത്സരിച്ചു, രണ്ടുപേരും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഒരേപോലെ. രണ്ടാം റൗണ്ട് മത്സരത്തിൽ സമനിലയിൽ രണ്ട് മണ്ടിമാർ പിരിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബുദ്ധിമതികളായ രണ്ടുപേരെ വിളിക്കാം. അതെ, ബുദ്ധിമതികളായ രണ്ടുപേരെയാണ് ഇനി നമ്മൾ വിളിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ഹർഷ, തുല്യശക്തികളുടെ പോരാട്ടം ആരംഭിക്കുന്നു. ഇനി സുന്ദരിമാരുടെ കൊമ്പ് കോർക്കൽ മത്സരം മുറുകട്ടെ. വെച്ചോ. പോരാട്ടത്തിനൊരു പോരാട്ടം. തിരിയാറായോ? റെഡി, കറക്കിക്കോ. அந்த பாசம் வீடுல வலிங்க. വലീങ്കേ. കുറച്ച് ലെഫ്റ്റ്, മൂന്ന് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുന്ന സമയത്ത് 2-0 എന്ന ഉജ്ജ്വല സ്കോറിൽ വിജയിച്ചിരിക്കുന്നു ടീം ദേവാസുര. അപ്പൊ എനിക്ക് പറയാം, ഇവരെന്തൊക്കെ വേഷം കെട്ടിയാലും ഇവര് തന്നെ. നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരുപാട് കിട്ടും. ഇന്ന കല്ലും ഇന്ന് വാരിക്കൂട്ടിയ കല്ലും കട്ടയും. അതുകൂടെ എടുത്തോണ്ട് പോണേ, അതുകൂടെ എടുത്തോണ്ട് പോണേ. കൂടുതൽ ആരോപണങ്ങൾ